ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആ രഹസ്യ ലോകത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിക്കും നൂറ്റാണ്ടുകളായി ഗുരുക്കന്മാർ അവരുടെ ഏറ്റവും വിശ്വസ്തരായ ശിഷ്യന്മാർക്ക് മാത്രം കൈമാറി വരുന്ന ചില അഗാധമായ പഠനങ്ങളുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് ആ ഒരു നിഗൂഢ ലോകത്തിന്റെ വാതിലൊന്ന് ചെറുതായി തുറന്നു നോക്കാം, അല്ലേ? ഈ പഠനങ്ങളെ വിസ്പർ സക്സഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് കൈമാറി വരുന്ന പാരമ്പര്യം. ഇത് ശരിക്കും ഒരു വലിയ പാചകക്കാരൻ തന്റെ രഹസ്യക്കൂട്ട് ഒരു മാറ്റവും വരുത്താതെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനു മാത്രം കൈമാറുന്നതുപോലെയാണ്. അതേപോലെ ഈ ജ്ഞാനവും അതിന്റെ ആ ശക്തിയും പരിശുദ്ധിയും ഒന്നും ചോർന്നു പോകാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോ എന്താണ് ഈ തന്ത്രമെന്ന് പറയുന്നത്? ഒരുപക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള അർത്ഥം ആയിരിക്കില്ല ഇതിന്. സത്യത്തില് ഇത് വളരെ രഹസ്യമായ സിദ്ധാന്തങ്ങൾ പിന്തുടരുന്നവർക്കുള്ള ഒരു ഗൂഢമായ പാതയാണ്. ഇതിലേക്ക് അങ്ങനെ ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക മാർഗം തന്നെയുണ്ട്. ഈ വഴിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് കുറേ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നതൊന്നുമല്ല. അത് ദീക്ഷ എന്നറിയപ്പെടുന്ന ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ഈ സാധന തുടങ്ങാനുള്ള ഒരു അനുമതിയും ഗുരുവിന്റെ അനുഗ്രഹവും ആ അന്വേഷകന് കിട്ടുന്നത് ഈ ദീക്ഷയിലൂടെയാണ്. ഇതൊരു താക്കോല് പോലെയാണെന്ന് കൂട്ടിക്കോളൂ. ആ താക്കോല് കയ്യിൽ കിട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള വാതിലുകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ താന്ത്രിക പാതയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്നറിയാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഉഗ്രനായ ഗുരു എന്നറിയപ്പെടുന്ന പത്മസംഭവന്റെ ദീക്ഷാചടങ്ങ്. അദ്ദേഹം ഈ പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ ശക്തമായ ചടങ്ങില് പരിശീലകൻ വെറുതെ ആ ദേവനെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്, പകരം സ്വയം ആ ദേവനായി അങ്ങ് മാറുകയാണ്. എന്തിനാണെന്നല്ലേ? ആ ദേവന്റെ ജ്ഞാനം, കരുണ പോലുള്ള ഗുണങ്ങളൊക്കെ തന്നിലേക്ക് ആവാഹിച്ച് സ്വയം ആ ഗുണങ്ങളുടെ ഒരു പ്രതീകമായി മാറാൻ വേണ്ടിയാണത്. ഉഗ്രനായ ഗുരുവിന്റെ ഈ രൂപം കാണുമ്പോൾ തന്നെ വളരെ പവർഫുള്ളാണല്ലേ? ഇതിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. ചുവന്ന നിറം ശക്തിയെയും, വലതുകൈയിലെ വജ്രായുധം ജ്ഞാനത്തെയും, പിന്നെ ഇടതുകൈയിലെ ആ തേൾ തിന്മയെ കീഴടക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈയൊരു വിഷ്വലൈസേഷനാണ് സാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കണ്ടില്ലേ? ഏറ്റവും ഭയാനകമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രതീകത്തിന് പോലും എത്ര ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പൊ തേൾ എന്നത് വെറുമൊരു ജീവി മാത്രമല്ല, അത് നമ്മുടെ അജ്ഞതയെയും തിന്മയെയും ഒക്കെ കീഴടക്കാനുള്ള ഗുരുവിന്റെ കഴിവിന്റെ ഒരു സിമ്പലാണ്. ശരി, ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞോ? ഇനി യഥാർത്ഥ സാധന തുടങ്ങുകയാണ്. മുന്നിലുള്ള ആ കഠിനമായ പരിശീലനങ്ങൾക്കായി സാധകൻ ആദ്യം തന്റെ ശരീരത്തെയും മനസ്സിനെയും നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കണം. ഇതൊന്നും നമ്മൾ സാധാരണ കാണുന്ന യോഗ വ്യായാമങ്ങളല്ല. ആത്മീയമായ ഊർജത്തെ സ്വീകരിക്കാനും അതിനെ നിയന്ത്രിക്കാനും വേണ്ടി ശരീരത്തെ ഒരു പാത്രം പോലെയാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്ത വളരെ കഠിനമായ വ്യായാമങ്ങളാണിത്. ഇത് നമ്മുടെ ശരീരത്തെ കൂടുതൽ ഫ്ലെക്സിബിളും എനർജറ്റിക്കുമാക്കി മാറ്റുന്നു. ശരീരം തയ്യാറാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് മനസ്സിനെ ഒരുക്കുന്നതും. സ്ട്രോങ് റാ എന്ന് പറയുന്ന ഒരു വിഷ്വലൈസേഷനുണ്ട്. അതായത് ശൂന്യമായ ശരീരം. ഇതിൽ പരിശീലകൻ തന്റെ ശരീരം വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് തെളിഞ്ഞതും സുതാര്യവുമായ ഒരു പ്രകാശമാണെന്ന് സങ്കൽപ്പിക്കുന്നു. അപ്പോ ശരീരവും മനസ്സും തയ്യാറായി കഴിഞ്ഞാൽ സാധകൻ ആ താന്ത്രിക പാതയുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ തയ്യാറായി. അതാണ് നരോപയുടെ 6 യോഗകളെന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പരിശീലനങ്ങൾ. ഈ 6 യോഗകളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ആത്മീയ ടെക്നോളജി എത്രത്തോളം വിശാലമാണെന്ന്. ഇവ ഓരോന്നും വെവ്വേറെയല്ല കേട്ടോ, ഒന്നിനു മുകളിൽ ഒന്നായി പടുത്തുയർത്തുന്ന സാധകനെ പടിപടിയായി ജ്ഞാനോദയത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വഴിയാണിത്. ഈ താപയോഗ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ആന്തരിക ഊർജത്തിന്റെ തീ ആളിക്കത്തിക്കുന്നതുപോലെയാണ്. ഇത് ശാരീരികമായ ചൂടിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജ്ഞാനോദയത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ഇന്ധനമായി മാറുന്ന, നമുക്ക് ആനന്ദവും അറിവും നൽകുന്ന അതിശക്തമായ ഒരാന്തരിക ശക്തിയെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ? ടിബറ്റൻ തന്ത്രമനുസരിച്ച് അതിന് തീർച്ചയായും കഴിയും. ഇതാണ് നമ്മളെ സ്വപ്നയോഗ എന്ന അത്ഭുതകരമായ ഒരാശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ടിബറ്റൻ തന്ത്രത്തെ ഇത്രയും സവിശേഷമാക്കുന്നൊരു കാര്യം. അത് നമ്മുടെ ബോധത്തിന്റെ എല്ലാ അവസ്ഥകളെയും, അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറക്കത്തെയും സ്വപ്നങ്ങളെയും പോലും ആത്മീയ പരിശീലനത്തിനുള്ള വളരെ വിലപ്പെട്ട അവസരങ്ങളായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ ആചാരങ്ങളും തയ്യാറെടുപ്പുകളും യോഗകളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ എന്താണ് ആ പരമമായ ലക്ഷ്യം? മഹാമുദ്ര എന്ന് പറയുന്നത് എപ്പോഴും തിരമാലകളെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ആദ്യമായി ആ സമുദ്രത്തെ അതിന്റെ പൂർണ്ണതയിൽ കാണുന്നത് പോലെയാണ്.
അത് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ അതിരുകളില്ലാത്ത വിശാലവും പ്രകാശപൂർണവുമായ യഥാർത്ഥ സ്വഭാവത്തെ നേരിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെ ആഴത്തിലുള്ള ഒരാശയമാണ്. അതായത് താന്ത്രിക കാഴ്ചപ്പാടിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളുടെ ലോകമായ സംസാരവും മോക്ഷാവസ്ഥയായ നിർവ്വാണവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അവ ശരിക്കും സമുദ്രവും തിരമാലയും പോലെയാണ്, ഒരേ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ മാത്രം. ഈ പരിശീലനത്തിന്റെ അവസാന ഫലം ഒരു സമ്പൂർണ്ണ പരിവർത്തനമാണ്. ഇത് വെറുതെ നിങ്ങളുടെ ചിന്തകളെ മാത്രം മാറ്റുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ പ്രകാശവും ജ്ഞാനവുമുള്ള ഒരു പുതിയ അസ്തിത്വമായി മാറുകയാണ്. ഇതിനെയാണ് അവർ ബുദ്ധന്റെ 4 ശരീരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള വളരെ കാവ്യാത്മകമായ ഈ ഒരു പ്രതിജ്ഞയോടെ നമുക്ക് ഈ വിവരണം അവസാനിപ്പിക്കാം. ഒരു സാധകന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെയും ലക്ഷ്യത്തെയും ഇതെത്ര മനോഹരമായിട്ടാണ് സംഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മൾ സംസാരിച്ച ഈ യാത്രയെല്ലാം നമ്മളെ ഒരൊറ്റ കേന്ദ്ര ചോദ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഈ ഒരു ചിന്തോദ്ദീപകമായ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. എന്താണ് ബോധത്തിന്റെ യഥാർത്ഥ സ്വഭാവം?